ഇരുന്നതാണ് ചുമ്മാ. ഞങ്ങൾ ഇടയ്ക്ക് പോവാറുണ്ട്. അപ്പൊ ഒരു കുരങ്ങൻ വന്ന് ഇവിടെ തോളത്ത് വന്നിരുന്നു. മാന തട്ടിയിട്ട് എന്ത് ചെയ്താ പോണില്ല. എന്നിട്ട് ഒടുക്കാണ്ട് കൊച്ചുണ്ടായി എൻ്റെ കയ്യില്. കൊച്ചിനൊന്നും പറ്റിയില്ല, കൊച്ചിനെ തൊട്ടില്ല. 4 മണിയായി. അപ്പൊ തന്നെ മോൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ കാറെടുത്ത് പോകുന്നു. എല്ലാവർക്കും നമസ്കാരം. ചാലക്കുടി നഗരസഭയിൽ ഒരു ഘട്ടത്തിൽ തെരുവ് നായ്ക്കളാണ് ആളുകളെ കടിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത് കുരങ്ങായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്ന് കാലത്ത് വെട്ടുകടവ് വാർഡിൽ പുഴയോരം റെസിഡൻസി നഗറിൽ 2 സ്ത്രീകളെയാണ് 2 കുരങ്ങന്മാർ കടിച്ചത്. അപ്പോൾ അതിനുശേഷം അവിടെ വാർഡ് കൗൺസിലർ ജിയോ കിഴക്കുന്നവരുടെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് സംഘത്തെ അറിയിക്കുകയും അവർ വന്ന് അവിടെ ജാഗ്രതയോടുകൂടി തന്നെ ഈ കുരങ്ങനെ പിടിക്കാനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തുകയൊക്കെ ചെയ്തു. പക്ഷേ നമുക്കറിയാം, കുരങ്ങുകൾ അങ്ങനെ എളുപ്പത്തിൽ പിടിക്കാൻ സാധിക്കില്ല. കുരങ്ങുകൾ ഓരോ മരത്തിൽ നിന്നും ഇങ്ങനെ ചാടി പോയിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിലാണ് ഏകദേശം ഒരു 3 മണിയോട് അടുത്ത് നമ്മുടെ വെട്ടുകടവ് പാലത്തിലൂടെ ഈ 2 കുരങ്ങന്മാർ തൊട്ടടുത്ത പഞ്ചായത്തായിട്ടുള്ള മേലൂർ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിലേക്ക് നീങ്ങിയത്. അവിടെ നെടുമ്പമനയുടെ പറമ്പിൽ ശ്രീ രമേശൻ നമ്പൂതിരിയുടെ വീടിൻ്റെ അടുത്ത് അവിടെ നിന്നിരുന്ന വെള്ളായിക്കുടം വീട്ടിൽ രവീന്ദ്രൻ ഭാര്യ ഭാനുമതി 56 വയസ്സെന്ന വീട്ടമ്മ അവർ കയ്യിൽ കുട്ടിയെ പിടിച്ച് ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ കുരങ്ങൻ വന്ന് ദേഹത്ത് വരികയും ആക്രമിക്കുകയും ചെയ്തത്. തുടർന്ന് ഈ 2 കുരങ്ങന്മാരും ഈ രമേശൻ നമ്പൂതിരിയുടെ വീടിൻ്റെ മുകളിലേക്ക് കയറി അവിടെ ഇരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഈ ഭാഗത്ത് കുരങ്ങ് എത്തിയെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ മേലൂർ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ MS ബിജു ഇത് RRT ടീമിനെ അറിയിച്ചു. അതുപോലെ തന്നെ ഫോറസ്റ്റ് സംഘത്തെ അറിയിച്ചു. അവരവിടെ എത്തി വളരെ ജാഗ്രതയോട് കൂടിയിട്ടാണ് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ജനനിബിഡമായിട്ടുള്ളൊരു ഏരിയയാണ്. ഓരോ സ്ഥലത്തു നിന്നും ഓരോ സ്ഥലത്തേക്ക് ഈ കുരങ്ങ് ചാടി പോവുകയാണെങ്കിൽ കൂടുതൽ പേരെ കടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോട് കൂടിയിട്ടാണ് RRT സംഘം ഇടപെടുന്നത്. വാർഡ് മെമ്പർ MS ബിജു അടക്കമുള്ളവർ ആശുപത്രിയിൽ ചെന്ന് ഈ കുരങ്ങൻ്റെ ആക്രമണമേറ്റ ഈ വീട്ടമ്മ ഉൾപ്പെടെവരെ ആശ്വസിപ്പിക്കുകയും അതിൽ വേണ്ടത്ര രീതിയിലുള്ള ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടൽ പ്രദേശത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നാലും ചാലക്കുടി നിയോജക മണ്ഡലത്തിലൂടെയുള്ള ഒരു പര്യടനമാണോ ഈ കുരങ്ങുകൾ നടത്താൻ പോകണമെന്നുള്ളത് അറിയില്ല. ജാഗ്രതയോടെ ആളുകൾ ശ്രദ്ധിക്കുക. കുരങ്ങ് ഇപ്പോൾ മേലൂർ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിലെ വെട്ടുകടവ് പ്രദേശത്താണ് കണ്ടിട്ടുള്ളത്. 2 പ്രദേശത്തും ചാലക്കുടി വെട്ടുകടവിലും ഇപ്പോൾ മേലൂർ വെട്ടുകടവിലും ഇവിടെയാണ് കുരങ്ങുകളുടെ ഈ ചാട്ടക്കളി. എന്തായാലും വെട്ടുകടവിനോടാണ് കുരങ്ങന്മാരുടെ പ്രണയമെന്ന് മനസ്സിലാക്കുന്നു. ജാഗ്രതയോടുകൂടി ഇരിക്കുക. കുരങ്ങന്മാർ വന്ന് ആക്രമിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഇവർ സാധാരണ പഴവർഗ്ഗങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇവരെ ആകർഷിച്ച് പോകുന്നത്. മനുഷ്യരെ അങ്ങനെ അങ്ങോട്ട് ആക്രമിക്കാറില്ല. പക്ഷേ ഇതെന്താണെന്ന് അറിയില്ല. ഈ 2 കുരങ്ങന്മാരും വളരെയധികം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ 2 സ്ത്രീകളെ കടിച്ചതിന് ശേഷം അവിടെ ഒരു കെയർ ടേക്കറെ ആക്രമിക്കാൻ വന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വാക്കത്തിയുള്ള ആരോടാണ് രക്ഷപ്പെട്ടത്. അപ്പോഴേക്കും വീണ്ടും അവിടെ വാർഡ് കൗൺസിലർ വരികയും ഈ RRT ടീം എത്തുകയും അവിടുത്തെ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കാനായിട്ട് ഇടപെടലാണ് അവിടെ നിന്നും ഈ മേലൂർ ഭാഗത്തെ വെട്ടുകടവിലേക്ക് നീങ്ങുന്നത്. ഇപ്പോൾ ഒരു കുരങ്ങ് ഭീതിയിലാണ് ഈ 2 പ്രദേശവും. എന്തായിരുന്നാലും ജാഗ്രതയോടുകൂടി ഇരിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്.